എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് കോവക്ക വെച്ചിട്ടാണ് പരിപാടി. കോവക്ക വെച്ചിട്ടൊരു മീൻ കറി കേട്ടോ, വളരെ എളുപ്പത്തിൽ. എങ്ങനെ നോക്കാം. അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കോവയ്ക്ക നീളത്തിലരിയാണ് കേട്ടോ. എങ്ങനെ നീളത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോ നോക്കണോ? പുഴുവൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല, എന്താ കോവയ്ക്കൽ പുഴുവില്ലാത്ത? ഞാനെങ്ങനെ അറിയാം? പഴുത്ത പുഴുണ്ടാവും. നീളം കോവയ്ക്കട്ടെ, വലുത്. നാളെ നീളെ കുറച്ച് തേങ്ങ ചേർക്കട്ടെ. എന്താ അപ്പുറത്ത് പൊട്ടി? ആട്ടപ്പെട്ടി കത്തിക്കാൻ, അടുപ്പ് കത്തിക്കാൻ. നല്ല തേങ്ങ അത്ര മൂത്തിട്ടില്ല തേങ്ങ. അതെ. നമുക്ക് തേങ്ങ നരച്ചെടുക്കാം. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ, ചെറുത് മതി. അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക്, 2 ചെറിയ ഉള്ളി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി. അത്ര എരിവില്ല കേട്ടോ മുളക് പൊടി. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. കോവയ്ക്ക കറി വയ്ക്കാം. ചട്ടി ചൂടായിട്ടാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ എണ്ണ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. ഒരു 2 കറിവേപ്പില. ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. ഇനി ഇതുണ്ടോ 1/4 കിലോ കോവയ്ക്കുണ്ട് കേട്ടോ, നീളത്തിലരിഞ്ഞത്. കോവയ്ക്ക നന്നായി വഴറ്റിയെടുക്കാം. കോവയ്ക്ക വഴണ്ട് വന്നു കേട്ടോ, വേണ്ട, നല്ല സോഫ്റ്റായി വഴണ്ട് വന്നു. ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുക. ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കുടംപുളി ഇട്ടോ, ഒരു 3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. അതും വെള്ളത്തോടെ കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഇനി വേകട്ടെ. നമ്മുടെ കോവയ്ക്ക വന്താ നോക്കാം. അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഇനി ഇത് താളിക്കൊന്നും വേണ്ട. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി റെഡി. വേണ്ട ഇറക്കുക കേട്ടോ. അതാ സൂപ്പർ കറിയാണ്. മീൻ്റെ അതേ മണം. ഇപ്പം ഉണ്ടാക്കാത്തൊരു ഇത് ഉണ്ടാക്കി നോക്കട്ടോ. ചോറ് വന്നു കേട്ടോ, വേഗം വന്നു ചോറ്.
ചോറ് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. പയറ് മെഴുക്കുവരട്ടി വയ്ക്കാം കേട്ടോ. പൊട്ടട്ടെ. സവാള ഇട്ട് കറിവേപ്പില. പയർ കൂടുതൽ മണിയാണ് കേട്ടോ ഉള്ളത്. കുറച്ച് മുളക് പൊടി ചേർക്കും. അല്ല ഉപ്പ് തൊട്ട് കൂടുതൽ മണിയാണ് ഉള്ളത്. ഒരു നുള്ളു മഞ്ഞപ്പൊടി. വേഗട്ടെ. പയറ് മെഴുക്കുവരട്ടി ആവണുള്ളൂ കേട്ടോ. അവർക്ക് ചോറ് വേണം പറഞ്ഞു. നമ്മുടെ കോവയ്ക്ക കറി കൂട്ടിയിട്ട് ഇത് വെക്കാത്തൊരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കണ്ട അച്ചാർ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നിന്റെ വീഡിയോ കണ്ട് കാണാത്തവർ കാണാം അല്ലേ? കാണാത്തൊരു കാണാം. ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. ഹലോ ഗായ്സ്, നമ്മൾ ചോറിന് പോവുകയാണ്. കുടംപുളി പയറ് വേഗണേ ഉള്ളൂ. വേറെവിടെ വന്നോട്ടെ. അച്ചാറുണ്ടെങ്കിൽ പിന്നെ ഉപ്പേരിയൊന്നും വേണ്ട. അടിപൊളി കറി. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണേ അച്ചാർ. ഇത് ഞങ്ങൾ ഇന്നലെ ടൗണിക്ക് പോയപ്പോൾ അമ്പലമൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് രാത്രിയാണ്. ഒരു 6:30-7 മണി സമയമായി. നിറയെ ആൾക്കാർ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും പോയില്ല. വെളിയിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. നിറച്ച ആളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ പോയിരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റുമുണ്ട്. ഇത് നിറയെ തുണി വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുട്പാത്തിൽ നിറയെ തിരക്കുമുണ്ട്. കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ തുണിയാണ്. നിറയെ ഉണ്ട്. വേണ്ട ഇഷ്ടംപോലെ ഉണ്ട്. ചെറിയ ചെറിയ ഉടുപ്പുകൾ. ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല, എടുത്തു നോക്കിയെന്ന് മാത്രം. ഭംഗി കണ്ടപ്പോൾ ഇഷ്ടംപോലെ തിരക്ക്. പിന്നെ കടൻ്റെ ഉള്ളിൽ പോയി. അവിടെ പോയപ്പോൾ ഒന്നുമില്ല. ഓഫറുണ്ട് പറഞ്ഞിട്ട് പോയതാണ്. ഓഫറൊന്നുമില്ല. അപ്പോൾ വെറുതെ പോയിട്ട് തിരിച്ച് വരണ്ട പറഞ്ഞിട്ട് ഒരു മുണ്ടെടുത്തു ഏട്ടനെ. ചീക്കുട്ടിക്ക് ഒന്നെടുത്തു. ടൗണിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ അക്ഷയിൽ പോയി പാൻ കാർഡ് ശരിയാക്കാൻ ഉണ്ട്. അതൊക്കെ ശരിയാക്കി തുണിക്കടയിൽ പോയി ഏട്ടനൊരു മുണ്ടെടുത്തു. പിന്നെ കുറച്ച് ഓറഞ്ച് മുന്തിരിയും വാങ്ങി. അല്ല പേരയ്ക്ക കൊയ്യാക്ക. രാത്രിക്ക് ഭക്ഷണം ചപ്പാത്തി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇത്രയും കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്ക് എല്ലാവർക്കും ടാറ്റാ. ബൈ.